സ്റ്റാൻലി സാർ നമസ്കാരം. നമസ്കാരം. ഇറാൻ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ രണ്ട് രാജ്യങ്ങളുമായി ഇന്ത്യക്ക് നല്ല ആത്മബന്ധമാണുള്ളത്. അതുപോലെ തന്നെ ഇറാനി ചഹബാർ പോർട്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഇസ്രായേൽ ഇന്ത്യയുടെ ആത്മ സുഹൃത്തും. എന്നാൽ ഈ ഒരു യുദ്ധം നടക്കുന്ന വേളയിൽ ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കാനാണ് സാധ്യത? പ്രതികൂലമായാണോ അതോ അനുകൂലമായാണോ? അല്ല, ഇന്ത്യയുടെ രണ്ട് സുഹൃത്ത് രാജ്യങ്ങൾ തമ്മിൽ അടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അത് ബാധിപ്പുണ്ടാവും. തീർച്ചയായിട്ടും ബിസിനസ്സിലും എണ്ണ ഇറക്കുമതിയിലും പല കാര്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ നമ്മുടെ രാജ്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ ഓവർകം ചെയ്യാൻ ഇപ്പോൾ ശക്തമാണ്, സുശക്തമാണ്. ഒരിടത്തുനിന്ന് അല്ലെങ്കിൽ വേറൊരിടത്തുനിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കും, ഒരിടത്തല്ലെങ്കിൽ വേറൊരിടത്ത് നമ്മൾ ബിസിനസ് ചെയ്യും, ഒരിടത്തല്ലെങ്കിൽ വേറൊരിടത്ത് നമ്മൾ ആയുധങ്ങൾ സംഭരിക്കും. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കൊലാട്രൽ ഡാമേജ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഡയറക്റ്റ് ഡാമേജ് ഒന്നും ഇന്ത്യക്ക് ഉണ്ടാകത്തില്ല. ചില കൊലാട്രൽ ലോസസ് ഒക്കെ വരും എന്നുള്ളതേ ഉള്ളൂ. അത് മാർജിനൽ ആയിരിക്കും, അല്ലാണ്ട് അതിനൊരു പ്രശ്നമില്ല. ഇനി ഇതിനകത്ത് ഇന്ത്യക്കൊന്നും ഇടപെടാൻ പറ്റത്തില്ല. കാരണം ഇവര് രണ്ടുപേരും എക്സ്ട്രീം ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് ഉള്ളവരാണ്, ഇസ്രയേലും ഇറാനും. അപ്പൊ 50 വർഷം മുമ്പ് ഷാ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഇസ്രായേലും ഇറാനും ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് തീവ്ര ഷിയ ഭരണകൂടം, ജിഹാദി ഭരണകൂടം, ഇസ്ലാമിക ഭരണകൂടം അവിടെ വന്നതോടുകൂടിയാണ് അതിന് മാറ്റം വന്നത്. പക്ഷെ സമൂഹവും ഇന്ത്യ ഇറാനുമായിട്ടുള്ള ആ പണ്ടത്തെ പേർഷ്യ, അതാണ് ഇറാൻ, ആ പണ്ടത്തെ പേർഷ്യയുമായിട്ടുള്ള സാംസ്കാരിക ബന്ധം വെച്ച് ഇന്ത്യ വലിയ കുഴപ്പമില്ലാണ്ട് അവരുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പിലായിരുന്നു. ഇപ്പൊ നമ്മുടെ എത്ര അടുത്ത സുഹൃത്താണേലും ആ സുഹൃത്ത് പോയി പോലീസ് സ്റ്റേഷനിൽ കയറി സർക്കിൾ ഇൻസ്പെക്ടറെ ആക്രമിച്ചാൽ അവനെ അറസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന രീതിയിൽ, ഇസ്രായേലിനെ ആക്രമിക്കുന്ന രീതിയിൽ ന്യൂക്ലിയർ ഡെവലപ്പ് ചെയ്യുകയും ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്ത് അവിടെ ഒരു ഇംബാലൻസ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജ് വന്നതോടുകൂടിയാണ് ഇസ്രായേൽ കയറി ഇറാനെ ആക്രമിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ആ ബാലൻസ് തെറ്റിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ഇറാൻ കാര്യങ്ങൾ കൊണ്ടുപോയി. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ആവശ്യമില്ലാത്ത പരിപാടിയായിരുന്നു. കാരണം റഷ്യ യുദ്ധത്തിലാണ്, ഇന്ത്യ യുദ്ധത്തിലാണ്, ഇസ്രായേൽ യുദ്ധത്തിലാണ്. ലോകത്തെ പ്രശ്നങ്ങൾ മൊത്തം കലുഷിതമായിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ടാക്കി ന്യൂക്ലിയർ രാജ്യമാകാൻ ഇറാൻ ശ്രമിച്ച ആ ഒരു പരിപാടിയാണ് ഇറാനിട്ട് ഇപ്പം അമേരിക്കയും ഇസ്രായേലും കൂടെ ഈ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത്. അമേരിക്ക തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ പുറകിലുണ്ടെന്നുള്ളത് അവർ തന്നെ സമ്മതിച്ചു. ഇറാനെ ആക്രമിക്കുമെന്നാണ് ഇന്നിട്ട് ഇപ്പൊ ട്രംപ് പറയുന്നത്. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാന്റെ കൂടെ ഇല്ല. അപ്പൊ ഇറാൻ സഹായം പ്രതീക്ഷിച്ചിരുന്ന രാജ്യങ്ങൾ ആരും ഇറാനെ സഹായിക്കാൻ റെഡിയല്ല. ചൈനയിൽ നിന്നും സഹായം പ്രതീക്ഷിച്ചു, അവരൊരു പ്രമേയം പാസാക്കി, ബ്രിക്സ് ഒരു പ്രമേയം പാസാക്കി. പ്രമേയം പാസാക്കിയതുകൊണ്ടൊന്നും സഹായമാകുന്നില്ല. വലിയൊരു പാരമ്പര്യമുള്ള ഒരു ജനതയാണ് ജൂത ജനതയും പേർഷ്യൻ ജനതയും. അവര് തമ്മിലടിച്ച് ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യഹൂദ വംശം അല്ലെങ്കിൽ ഇസ്രായേല് അത് ജയിക്കത്തുള്ളൂ. ഒരു വിശുദ്ധ നാടാണ്, അവരെ അതിൽ ജയിക്കത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ അകത്ത് അത് ആര് ജയിക്കും തോക്കും എന്നുള്ള ഒരു കഥയില്ല. ചില ഡാമേജ് ഒക്കെ ഇസ്രായേലിന് ഉണ്ടാകാമെങ്കിൽ പോലും അന്തിമ വിജയം ഇസ്രായേലിനായിരിക്കും. ഇറാൻ അവിടെ തോറ്റു പോകത്തേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു യുദ്ധം ഇറാൻ തുടങ്ങേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം, ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടിയിരുന്നില്ല. അമേരിക്കയുടെ ആരുടെയൊക്കെ എങ്കിലും മീഡിയേഷൻ ഒക്കെ വെച്ച് ഇത് ഒഴിവാക്കേണ്ടതായിരുന്നു. ഇപ്പൊ 3 ദിവസം അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന് ബോധം തെളിഞ്ഞു. 3 ദിവസം ഇവിടെ ഇന്ത്യ തകർക്കും, സനാതന ധർമ്മത്തെ തകർക്കും എന്നും പറഞ്ഞ് പപ്പു ഖാൻ, ഇന്ത്യ അലയൻസ്, പാകിസ്ഥാൻ എല്ലാവരും കൂടെ ഭയങ്കര ബഹളമായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട്. പക്ഷെ എന്ത് സംഭവിച്ചു? 3 ദിവസത്തെ യുദ്ധം കഴിഞ്ഞപ്പം പാകിസ്ഥാന് മനസ്സിലായി ഇന്ത്യയെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, തോറ്റ് നശിച്ചു പോകത്തേ ഉള്ളൂ എന്ന് മനസ്സിലായ പാകിസ്ഥാൻ അമേരിക്ക വഴിയും ബാക്കി പലരും വഴിയൊക്കെ മധ്യസ്ഥം പറഞ്ഞ് തൽക്കാലം തലയൂരി. എന്നിട്ടും ഇവിടുത്തെ ഇന്ത്യ അലയൻസുകാരനും പപ്പുവിനും പാകിസ്ഥാൻ തോറ്റു എന്നുള്ളത് മനസ്സിലായിട്ടില്ല. വീണ്ടും പാകിസ്ഥാൻ ജയിച്ചു എന്നും പറഞ്ഞ് പപ്പുവും പാർട്ടി ഇതിലെ തലങ്കം വിലകം നടക്കുന്നുണ്ട്. ഈ ഇറാന്റെ പ്രശ്നവും ഇത് തന്നെയാണ്. യുദ്ധം അവർ തോക്കുമെന്ന് അവർ മനസ്സിലായിട്ടും യുദ്ധം തോക്കുമെന്ന് ഇപ്പോഴും ഇറാൻ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ സമ്മതിക്കുന്നില്ല. അവരുടെ PR വർക്കുകാരൊക്കെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഇരുന്ന് ഇറാൻ ജയിക്കുന്നു എന്ന് പറയാണ്. അതിലും വലിയ തമാശ, കേരളത്തിലെ 20ഓളം മീഡിയകൾ, TV ചാനലുകൾ ഇറാൻ ജയിക്കുന്നു എന്നും പറഞ്ഞ് ആരവം ഉണ്ടാക്കുകയാണ്. കാരണം അവർക്ക് വ്യൂവേഴ്സിനെ കിട്ടണം. കേരളത്തിലെ സുഡാപ്പി ജിഹാദി വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടി തോറ്റുപോകുന്ന ഇറാൻ ജയിക്കുന്നു എന്നും പറഞ്ഞ് കേരളത്തിലെ മീഡിയ പ്രൊസ്റ്റിറ്റ്യൂട്ടുകൾ വളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും ഇന്ത്യയുടെ കൂടെ കാര്യമായ കേരളത്തിലെ മീഡിയ ഒന്നുമില്ലായിരുന്നു. മലയാളം മീഡിയ ഒക്കെ പാകിസ്ഥാന്റെ കൂടെ ആയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തും ഇവരാരും നമ്മുടെ കൂടെ ഇല്ലായിരുന്നു. ഇതിന്റെ അകത്ത് ഒരു കാര്യം ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത്, പാകിസ്ഥാനെയും ഇറാനെയും ഈ ഇന്ത്യ അലയൻസിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന LDF UDF കാരൊക്കെ മനസ്സിലാക്കേണ്ടതും മീഡിയ പ്രവർത്തകരും മനസ്സിലാക്കേണ്ടത്, PR വർക്ക് കൊണ്ടൊന്നും യുദ്ധം ജയിക്കത്തില്ല. വലിയ ടെക്നോളജിയും വലിയ സംരംഭവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ യുദ്ധം ജയിക്കത്തുള്ളൂ. അത് യുദ്ധം എങ്ങനെയാണ് ജയിക്കേണ്ടതെന്നും നടത്തേണ്ടതെന്നും
ശ്രീ നരേന്ദ്രമോദിജിയും ഇന്ത്യയും കാണിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് യുദ്ധം നടത്തേണ്ടതെന്നും ജയിക്കേണ്ടതെന്നും. അതാണ് ഇപ്പൊ നെതന്യാഹുവും പാർട്ടിയും ചെയ്യുന്നത്. യുദ്ധം എങ്ങനെ ചെയ്യണം, എങ്ങനെ നടത്തണം, എങ്ങനെ തോൽപ്പിക്കണം എന്നുള്ളതൊക്കെ അവർ വരും ദിവസങ്ങളിൽ കൃത്യമായി നടപ്പിലാക്കും. ഇവിടെ വ്യാജ വാർത്തകൾ ഇട്ടുകൊണ്ട്, വ്യാജ വാർത്തകളുടെ ഒരു പരമ്പര സൃഷ്ടിച്ചുകൊണ്ടാണ് മലയാള മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ, 24, പിന്നെ സുഡാപ്പി വൺ, മീഡിയ വൺ, അങ്ങനെ അനേകം ചാനലുകൾ പാകിസ്ഥാനെയും ഇറാനെയും സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ടൊന്നും കാര്യമില്ല. ജയിക്കേണ്ടത് ഇന്ത്യയും ഇസ്രായേലുമാണ്. അവർ ജയിക്കും. പിന്നെ യുദ്ധത്തിന്റെ ഡാമേജ് ജയിക്കുന്നവർക്കും തോക്കുന്നവർക്കും ഉണ്ടാവും. അതൊരു കോമൺ ഫാക്ടറാണ്. ജയിക്കുന്നവർക്ക് മാത്രം, തോക്കുന്നവർക്ക് മാത്രമല്ല, തോൽക്കുന്നവർ കംപ്ലീറ്റ് നശിക്കും, ജയിക്കുന്നവർക്ക് ഭാഗികമായിട്ടും നാശം ഉണ്ടാവും. പക്ഷെ ജയിക്കുന്നവർ അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് അവർ രക്ഷപ്പെട്ടു വരും. തോക്കുന്നവർ അതോടെ അടിയെ പോകും. അപ്പൊ അതിപ്പോ പാകിസ്ഥാന് മനസ്സിലായി. ഒരാഴ്ച കൊണ്ട് മിക്കവാറും ഇറാനും മനസ്സിലാവും. എത്ര വർഷം കഴിഞ്ഞാലും ഇന്ത്യ അലയൻസുകാർക്കും പപ്പൂരും ഇതൊട്ട് മനസ്സിലാവത്തുമില്ല. അതാണ് ഇന്ത്യക്ക് ഈ യുദ്ധത്തിൽ നിന്ന് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഡാമേജ്. ഇന്ത്യയുടെ പ്രതിപക്ഷത്തിനും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഇപ്പോഴും ദേശീയവാദം എന്ന് പറയുന്ന കാര്യം ഉണ്ടാകുന്നില്ല. ഇതിൽ നിന്നൊന്നും ഉണ്ടാകുന്നില്ല. ഇതാണ് ഈ യുദ്ധത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത്. ഇന്ത്യയുടെ ഇനിയത്തെ യുദ്ധം ആഭ്യന്തര യുദ്ധം തന്നെ ആയിരിക്കും. ഇന്ത്യയിലെ പ്രതിപക്ഷവും അവരെ പിന്തുണയ്ക്കുന്നവരും കൂടെ ഉണ്ടാക്കുന്ന ആഭ്യന്തര യുദ്ധമായിരിക്കും ഇനി ഇന്ത്യ നേരിടേണ്ടി വരുന്ന യുദ്ധം. അതാണ് നമ്മൾ ഈ രണ്ട് യുദ്ധത്തിൽ നിന്നും പഠിക്കേണ്ട പാഠം. ആ ആഭ്യന്തര യുദ്ധത്തെ നേരിടാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കഴിയുമോ, അല്ലെങ്കിൽ അതിനുള്ള മാൻ പവറും അതിനുള്ള സന്നാഹവും അവർ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഗവൺമെന്റ് ആലോചിക്കണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് അത് ഉടനടി ചെയ്യുകയും ചെയ്യണം. അതാണ് ഈ യുദ്ധം നമുക്ക് തരുന്ന പാഠം. ഇസ്രായേലിന് നേരെയുള്ള ഒരു ആക്രമണം തുടരുന്നതിനിടെ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഫ്രാൻസിനും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. ഇസ്രായേലിനെ സഹായിക്കുകയാണെങ്കിൽ മേഖലയിലുള്ള ഈ 3 രാജ്യങ്ങളുടെ സൈനിക താവളങ്ങളും കപ്പലുകളും ആക്രമിക്കുമെന്നുമാണ് ഇപ്പോൾ ഇറാൻ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഈ ഒരു യുദ്ധം കനക്കുമെന്നല്ലേ നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ തന്നെ ഇത് ഇന്ത്യയെ നല്ല രീതിയിൽ ബാധിക്കും എന്നല്ലേ? അല്ല, ഇതില് രണ്ട് മാനങ്ങളുണ്ട്. ഒന്ന്, ഇത് ഒരു ഗ്ലോബൽ വാർ, ഒരു വേൾഡ് വാർ ആയിട്ട് മാറുമോ എന്നുള്ള ഒരു ചോദ്യം. കൂടുതൽ രാജ്യങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് സൈഡിലും കൂടിക്കൊണ്ട് വരുമോ എന്നുള്ള ഒരു ചോദ്യം. അതിനുള്ള ചാൻസ് കാണുന്നില്ല. കാരണം ഇറാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇസ്രായേലിന്റെ കൂടെയാണ് ആൾക്കാർ. മാത്രമല്ല, ഇറാന്റെ കൂടെ ഉള്ളവരിൽ ചൈന ഇറങ്ങാത്തടത്തോളം കാലം വേറെ ആരും ഇറങ്ങത്തുമില്ല. ചൈനയുടെ ആയുധങ്ങളൊക്കെ പാകിസ്ഥാനിലും ഇറാനിലും ദയനീയമായിട്ട് പരാജയപ്പെടുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് ചൈന ഇറങ്ങത്തില്ല. ചൈന ഇറങ്ങാതെ ഇതൊരു ലോക യുദ്ധമാകത്തുമില്ല. ഇറാന് കഴിയുന്നിടത്തോളം ആൾക്കാരെ ഉപദ്രവിക്കാം, അവരിൽ നിന്നെല്ലാം അരി വാങ്ങിക്കാവുന്നുള്ളതിൽ കവിഞ്ഞ് ഇറാൻ അവിടെ കൂടുതലൊന്നും ചെയ്യാനില്ല. പിന്നെ ഇറാൻ നശിക്കുമ്പോൾ കുറച്ച് കൊലാറ്ററൽ ഡാമേജസ് അയലോക്കത്തൊക്കെ ഉണ്ടാക്കാവുന്നുള്ളതേ ഉള്ളൂ. അത് അവിടെയുള്ള യൂറോപ്യൻ യൂണിയൻകാരുടെ താവളങ്ങൾക്കിട്ടും വേണമെങ്കിൽ ഒരു ആക്രമണമൊക്കെ നടത്താം. പക്ഷെ അവർക്ക് അതിനെ റിപ്പൽ ചെയ്യാനും ഈ ഇറാനെ പത്തി അടക്കി ഇരുത്താനും ഉള്ള കപ്പാസിറ്റി ഈ ഇസ്രായേലിനും അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനും ഉണ്ട്. അതുകൊണ്ട് ഒരു ഗ്ലോബൽ വാറിലേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. പിന്നെ ഒരു നിരാശാജനകമായ ഒരു പിൻവാങ്ങൽ ചിലപ്പോൾ ഇറാൻ നടത്തിയേക്കാം, അടുത്തുള്ളവരെയൊക്കെ ഡാമേജ് വരുത്തിക്കൊണ്ടുള്ള ഒരു അഭ്യാസം. അതിന് വലിയ പ്രസക്തിയില്ല. രണ്ടാമത്തെ കാര്യം, ഈ തോറ്റ കക്ഷികളെ മൊത്തം സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ പ്രതിപക്ഷമുണ്ട്. ഇവിടെ 3-4 പ്രാവശ്യം തോറ്റ ഇന്ത്യൻ പ്രതിപക്ഷം, ഹമാസിനെ പിന്തുണയ്ക്കുന്നവര്, ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നവര്, പലസ്തീനെ പിന്തുണയ്ക്കുന്നവര്, പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവര്, ജയ്ഷെ മുഹമ്മദിനെ പിന്തുണയ്ക്കുന്നവര്, പകൽഗാമില് തുണി പൊക്കി നോക്കി കൊന്നവരെ പിന്തുണയ്ക്കുന്നവര്, ഇറാനെ പിന്തുണയ്ക്കുന്നവര്, അങ്ങനെ ഈ ജിഹാദി എക്കോസിസ്റ്റത്തെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, കേരള കോൺഗ്രസ്, തേർഡ് ഫ്രണ്ട്, ആപ്പ്, അങ്ങനെ ഇവിടുത്തെ മീഡിയ, അങ്ങനെ ഒരു വലിയൊരു എക്കോസിസ്റ്റം, ഈ ഇടത് ജിഹാദി എക്കോസിസ്റ്റവും കോൺഗ്രസ് എക്കോസിസ്റ്റവും ഇന്ത്യക്കകത്ത് നിലവിലുണ്ട്. അവരുടെ അനുയായികളൊക്കെ ഗ്ലോബലി അടി വാങ്ങുമ്പോൾ, പാകിസ്ഥാനും ഇറാനും ടർക്കിയും ഹമാസും ഒക്കെ അടി വാങ്ങുമ്പോൾ അതിന്റെ ഡെസ്പറേഷൻ ചിലപ്പോ ഇന്ത്യക്കകത്ത് പ്രകടിപ്പിക്കാം. ചില അട്ടിമറികളായിട്ട് ഇപ്പൊ ഒരു വിമാന അട്ടിമറി നടന്നിട്ടുണ്ട്, നേരത്തെ കുറെ ട്രെയിൻ അട്ടിമറികൾ നടന്നിട്ടുണ്ട്, കുറെ കപ്പൽ അട്ടിമറികൾ നടന്നിട്ടുണ്ട്. സോ ഇന്ത്യയുടെ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇന്ത്യയുടെ ഒരു ഇൻഫ്രാ ഡെവലപ്മെന്റിനെയോ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷവും ഈ മേൽപ്പറഞ്ഞ ജിഹാദി ഇടത് തീവ്രവാദികളും കൂടെ എന്തെങ്കിലും അട്ടിമറി നടത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്, ന്യായമായിട്ടുമുണ്ട്. അത് ഗവൺമെന്റ് അതിന് ഒരുങ്ങിയാണ് ഇരിക്കുന്നത്, അതിനെ നേരിടാൻ ഒരുങ്ങിയാണ് ഇരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരുങ്ങിയിട്ടില്ലല്ലോ അതൊരു വലിയ ദുരന്തമാവും. അത് രണ്ടാമത്തെ കാര്യം. ഗവൺമെന്റ് ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഗവൺമെന്റ് ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് മാൻ പവർ റിക്രൂട്ട്മെന്റും ആയുധ സംഭരണവും വഴി അതിന് ഒരുങ്ങണം. ഒരു ആഭ്യന്തര യുദ്ധത്തെ നേരിടാൻ കേന്ദ്ര ഗവൺമെന്റ് ഒരുങ്ങണം. ഇന്ത്യയുടെ ഫോഴ്സസും ഒരുങ്ങിയിരിക്കണം. കാരണം ഇസ്രായേലിനെ, വിശുദ്ധ രാജ്യമായ ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിച്ചുകൊണ്ട് മാൻഡ്രൈക്കും മരുമകനും രംഗത്തെത്തിയിട്ടുണ്ട് കേരളത്തിൽ. അതുപോലെ ഇസ്രായേലിനെ അധിക്ഷേപിച്ചുകൊണ്ടും ജിഹാദികളെ ന്യായീകരിച്ചുകൊണ്ടും വയനാട്ടില് പിങ്കി ഖാൻ രംഗത്ത് വന്നിരിക്കുന്നു ഇന്നലെ.
പിങ്കി ഖാൻ രംഗത്ത് വന്നിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുക എന്ന, വിശുദ്ധ രാജ്യമായ ഇസ്രായേലിനെ പിന്തുണയ്ക്കുക എന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ നയത്തിനെതിരെ ഇന്ത്യയിലെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർക്കുന്നുണ്ട്. ചിലപ്പോൾ അതൊരു അക്രമത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ അക്രമത്തിലേക്ക് അവർ കൊണ്ടുപോകാം. ഗവൺമെന്റ് അത് തയ്യാറായിട്ടിരിക്കണം. കാരണം പല സ്ഥലത്തും ഇപ്പോൾ അട്ടിമറികളുടെ ന്യൂസുകളാണ് വരുന്നത്, തീപിടുത്തത്തിന്റെ ന്യൂസുകളാണ് വരുന്നത്. കപ്പലുകള്, വിമാനങ്ങള്, തീവണ്ടികള്, ഇതിനിട്ടെല്ലാം ആക്രമണം നടക്കുന്നു. അപ്പൊ അത് ഒരു ഭാഗമാണ്. കാരണം ഇവരുടെ അനുയായികളൊക്കെ ഇപ്പം ഈ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവർക്ക് പാകിസ്ഥാൻ തോറ്റതിൽ ഭയങ്കര സങ്കടമുണ്ട്. ഹമാസിനെ പിന്തുണയ്ക്കുന്നവർക്ക് സങ്കടമുണ്ട്. ഇറാൻ തോക്കുന്നതിൽ ഇറാനെ പിന്തുണയ്ക്കുന്നവർക്ക് സങ്കടമുണ്ട്. ടർക്കി തോക്കാൻ പോകുന്നു, അപ്പോൾ അവരെ പിന്തുണയ്ക്കുന്നവർക്ക് സങ്കടമുണ്ട്. പഹൽഗാമില് കൊലപാതകം നടത്തിയവരെ സൈന്യം വെടിവെച്ചിടുന്നതിൽ ജിഹാദികളെ, ജെയ്ഷെ മുഹമ്മദുകാരെ സൈന്യം വെടിവെച്ചിടുന്നതിൽ കേരളത്തിൽ ഒത്തിരി പേർക്ക് സങ്കടമുണ്ട്. അതുപോലെ നക്സലൈറ്റുകളെ ഇല്ലാണ്ടാക്കുന്നതിൽ കേരളത്തിലെ ചൈനാവാദികൾക്ക് സങ്കടമുണ്ട്. ഇവരെല്ലാരും കൂടെ ചേർന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കെതിരെ ഒരു അരിശം പ്രകടിപ്പിക്കാനുള്ള ചാൻസ് ന്യായമായിട്ടും നിലവിലുണ്ട്. അത് ഇന്ത്യയുടെ ഒരു സൈന്യാധിപൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇന്റേണൽ അട്ടിമറിക്കുള്ള ചാൻസുകൾ, ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള അക്രമങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അത് ഡ്രോൺ ഉണ്ടാക്കുന്ന കമ്പനികളെ നിയന്ത്രിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് നടപടിയെടുത്തിട്ടുണ്ട്. ഇപ്പോ ഈ അന്താരാഷ്ട്ര സംഭവങ്ങൾ ഇന്ത്യൻ സമൂഹത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. കാരണം ഇന്ത്യക്ക് അകത്തുള്ള ശത്രുക്കളാണ് ഇന്ത്യ രാജ്യത്തിന് കൂടുതൽ, പുറത്തുള്ള ശത്രുക്കളെക്കാട്ടിലും. ബാക്കി ലോകത്തെ എല്ലാ രാജ്യത്തിനും പ്രതിപക്ഷം ഒപ്പോസിഷനാണ്. ഇന്ത്യയിൽ മാത്രം പ്രതിപക്ഷം എനിമിയാണ്. അത് എല്ലാ പ്രതിപക്ഷവും. അതാണ് ഇന്ത്യ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യയുടെ എനിമിയാണ്. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൃത്യമായിട്ടൊരു നിലപാടെടുക്കുമ്പോൾ അതിനെതിരെ ശത്രു രാജ്യത്തിന്റെ കൂടെ എടുത്തു ചാടി കൂടുന്ന സമീപനമാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും എടുക്കുന്നത്. അതിന്റെ നേതാവായിട്ടുള്ള പിങ്കി ഖാനും മാൻഡ്രയ്ക്കും ഒരേ സ്വരത്തിൽ ഇന്ത്യയുടെ ശത്രുക്കളെ പിന്തുണയ്ക്കുകയാണ്. അവർ പലതായിട്ടാണ് മത്സരിക്കുന്നെങ്കിലും ഈ പോളിസികളിൽ അവർ ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ജനങ്ങളും ജാഗ്രത പാലിക്കുക, കരുതിയിരിക്കുക എന്നുള്ള ഒരു കാര്യവും കൂടെ ഈ ഇസ്രായേലുമായിട്ടുള്ള ഈ കോൺഫ്ലിക്റ്റുകൾ, മിഡിൽ ഈസ്റ്റിലുള്ള കോൺഫ്ലിക്റ്റുകൾ നമുക്കൊരു അലേർട്ട് തരുന്നുണ്ട്. അത് നമ്മൾ ഗവൺമെന്റ് റെഡി ആയിട്ടിരിക്കുക, ഫോഴ്സസ് റെഡി ആയിട്ടിരിക്കുക, ജനങ്ങൾ റെഡി ആയിട്ടിരിക്കുക. അങ്ങനെയാണെന്ന് കരുതുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.